ഹായ് ഹലോ, ഞാനിപ്പോൾ ഉള്ളത് ആലുവയിലാണ്. ആലുവ പറവൂർ കവല VIP റോട്ടിലാണ് കേട്ടോ. ഈ VIP റോട്ടിലേക്ക് നമുക്ക് രണ്ട് വഴി കൂടെ പോവാം. അതായത് ഇപ്പോൾ വഴി പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, രണ്ട് വഴിയുണ്ട്. അതിൽ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, നമ്മൾ ആലുവയിൽ നിന്ന് വരുമ്പോൾ ഉള്ള ബസ് സ്റ്റോപ്പിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന വഴി കൂടെ ഇറങ്ങി പോവാം. ആദ്യത്തെ വഴി എന്ന് പറയുന്നത് ആലുവയിൽ നിന്ന് നമ്മൾ വരുമ്പോൾ പറവൂർ കവല എന്ന് പറയും. പറവൂർ കവലയിൽ ബസ് സ്റ്റോപ്പ്, അതായത് ആലുവയിൽ നിന്ന് വരുമ്പോഴുള്ള പറവൂർ കവലയിലെ ബസ് സ്റ്റോപ്പ്. അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു തൊട്ടടുത്തുള്ള ഒരു താഴോട്ട് പോണ വഴിയുണ്ട്. അതിൽ കൂടെ നമുക്ക് ഇറങ്ങിപ്പോവാം. അത് കഴിഞ്ഞ് പറവൂർ കവലയിൽ നിന്ന് പറവൂർ റൂട്ടിലേക്ക് തിരിയുന്ന വഴിയിലൂടെ ആ വഴി ടേണിങ്ങിൽ തന്നെ ഒരു ലെഫ്റ്റിലേക്ക് ചെറിയൊരു പോക്കറ്റ് റോഡ് പോലെ പോകുന്നുണ്ട്. ആ വഴി കൂടെ അത് VIP റോഡാണ്. അപ്പോൾ ആ വഴി കൂടെ വന്നാലും നമുക്ക് ദിലീപിൻ്റെ വീട്ടിലെത്താം. ദിലീപിൻ്റെ വീടെന്ന് പറയുമ്പോൾ പണ്ടത്തെ വീടാണ് കേട്ടോ. ദിലീപ് ഇപ്പോൾ താമസിക്കുന്ന വീടല്ല, പണ്ട് മഞ്ജു വാര്യരെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. വീട് കൺഫ്യൂഷനാവും. അപ്പുറത്തേക്കൂടെ വഴിക്ക് വന്നു കഴിഞ്ഞാൽ ശരിക്കും കൺഫ്യൂഷനാവും. നമുക്ക് ആരോടെങ്കിലും ചോദിക്കാം. എന്തായാലും ആ വഴി നേരെ പോയി കഴിഞ്ഞാൽ, ഞാനൊരു ചേട്ടനോട് ചോദിച്ചു, നിങ്ങൾക്ക് എളുപ്പം ഇതാണ്, ഈ വഴി കൂടെ പോയി ആദ്യം നേരെ കാണുന്ന വീട് തന്നെയാണെന്നാണ് പറഞ്ഞത്. ചേട്ടാ, ഒരു സംശയം ചോദിക്കട്ടെ, ഈ ദിലീപിന് ഇവിടെ ഒരു പത്മസരോവരം വീടില്ലേ, അതെവിടെയാണ്? പഴയത് ആ നേരെ കാണുന്നത്. ഓക്കെ, താങ്ക് യു. അപ്പോൾ കേട്ടില്ല, ഈ വഴി നേരെ ചെന്ന് കയറുന്നത് ദിലീപിൻ്റെ പണ്ടത്തെ പത്മസരോവരം വീട്ടിലാണ്. അതായത് മഞ്ജു വാര്യരെയൊക്കെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നത് ഈ വീട്ടിലേക്കാട്ടോ. ഇപ്പോൾ താമസിക്കുന്നത് അവർ ആലുവ ടൗണിൽ ശിവരാത്രി മണപ്പുറത്തേക്ക് പോകുന്ന വഴിയിലുള്ള ആ റോട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. ഇവിടുന്ന് ഏകദേശം ഒരു 2-2.5 കിലോമീറ്റർ അത്രേ ഉള്ളൂ. വഴി എന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തരാം. VIP റോഡാണ്. ഇത് ന്യൂസ് ബ്യൂറോ ഓഫീസാണ്, ഇന്ത്യൻ പൗരൻ്റെ. ഇത് VIP ലൈനാട്ടോ. ഈ റോട്ടിലൊന്നും നമുക്കൊരു സാധാരണക്കാരെ കാണാൻ പറ്റൂല മക്കളെ. അമ്മാതിരത്തെ വീടുകളാണ് ഇവിടെ ചുറ്റിനും. ഇതിനകത്ത് മാത്രം ഒരു ചെറിയ വീടുണ്ട്, അതേ ഞാൻ കണ്ടുള്ളൂ. യെസ്, ഈ റോഡ് നമുക്ക് എളുപ്പമാണ്. ഞാൻ കാണിച്ചു തരാം. നമ്മളിതാ നേരെ കാണുന്നതാണ് ദിലീപിൻ്റെ വീടെന്ന് പറയുന്നത്. കാണിച്ചു തരാം, വെയിറ്റ്. ദിലീപിൻ്റെ വീടെന്ന് പറയുന്നത് ആ ഗേറ്റ് കണ്ട നിങ്ങൾ, ആ വലിയ ഗേറ്റ് ഇത് കണ്ട. ഈ വീട്ടിലേക്കാണ് കേട്ടോ മഞ്ജു വാര്യരെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നത്. മഞ്ജു വാര്യർ ഇവിടെയാണ് ഡിവോഴ്സ് വരെ താമസിച്ചത്. വലിയൊരു ഗേറ്റാണ്, വലിയൊരു 3 നില വീടാണ് കേട്ടോ. 3 നില വീടാണ്. ഗേറ്റിന് പത്മസരോവരം എന്നാണ് പേര്. വീടിൻ്റെ പേര് വരുന്നത് പത്മസരോവരം. പടിപ്പുരയൊക്കെ ഉള്ളൊരു വീടാണ് കേട്ടോ. കണ്ട. അപ്പം ഞാൻ ദിലീപിൻ്റെ ആദ്യത്തെ വീടായ പത്മസരോവരത്തിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. കണ്ടല്ല, നല്ല ഭംഗിയുള്ള വീടാണ്. പണ്ടത്തെ മോഡൽ പടിപ്പുരയൊക്കെ ഉണ്ട്. പണ്ടത്തെ മോഡലാണ് പടിപ്പുരയെങ്കിലും ഇതൊക്കെ പരിഷ്കരിച്ച പടിപ്പുരയാണ് കേട്ടോ. നമ്മൾ ഉണ്ണി മുകുന്ദൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ പടിപ്പുര കണ്ടായിരുന്നു. അത് ഒറ്റപ്പാലാണ്. ഇവിടെയെന്ന് പറഞ്ഞാൽ പണ്ടത്തെ നായന്മാരുടെ തറവാടിനൊക്കെ നമ്പൂരിയാർക്കിടെയൊക്കെ പടിപ്പുര ഉള്ള വീടുകളാണ് ഉണ്ടായിരുന്നു കേട്ടോ പണ്ട്. ഇപ്പം അങ്ങനെ കാണാറില്ല. അതായത് ഇതൊരു പോഷ് ഏരിയ തന്നെയാണ്, ഒരു VIP കോളനി തന്നെയാണ്. കണ്ടില്ലേ, ഇതാണ് ചുറ്റുപാടുള്ള വീടെന്ന് പറയുന്നത്. ഇതാ ഈ കാണുന്നതാണ് കേട്ടോ ദിലീപിൻ്റെ വീട്. ഞാൻ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ആരും എൻ്റെ മെക്കിട്ടേറാൻ നിൽക്കണ്ട. നമുക്ക് വീട്ടിൽ കയറി വീഡിയോ എടുക്കാനുള്ള അനുവാദമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ നിന്ന് കാണിക്കുന്നത്. കണ്ടല്ലോ, പണ്ട് ഞാൻ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട് ദിലീപ് പണ്ട് വേറൊരു സ്ഥലത്തായിരുന്നു താമസിച്ചിരുന്നത്. പിന്നെ അവിടെ നിന്ന് അവർക്കിടെ അച്ഛനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ദിലീപിൻ്റെ അച്ഛനെ ഞാൻ കണ്ടിട്ടുണ്ട്.
അത് കഴിഞ്ഞ് അച്ഛൻ മരിച്ചു. അതിന് ശേഷം അവർ ഒരു അമ്പലത്തിൻ്റെ സൈഡിൽ ഒരു വാടക വീട്ടിലേക്കൊക്കെ മാറിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് സിനിമയിലൊക്കെ വന്നതിന് ശേഷം ആണ് ഇവിടേക്ക് മാറിയത്, ഈ വീടൊക്കെ പണിതതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം മഞ്ജു വാര്യരുമായിട്ടുള്ള കല്യാണമൊക്കെ ഈ വീട്ടിൽ വെച്ചിട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ആലുവ ടൗണിലോട്ട് മാറിയേക്കണത്. കണ്ടില്ലേ വീട്? അപ്പോൾ എനിക്കറിയാമായിരുന്നു ഇവിടെ ഒരു വീടുണ്ടെന്ന്. പക്ഷെ ഞാൻ ആലുവക്കാരിയാണ്, പക്ഷെ ഞാനിതുവരെ വന്നിട്ടില്ല, കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഇങ്ങനെ വരുന്നത്. കണ്ടല്ല, ഇതാണ് ദിലീപിൻ്റെ വീടെന്ന് പറയുന്നത് കേട്ടോ. കണ്ടല്ലോ. അപ്പോൾ ഇതൊന്ന് നിങ്ങളെ കാണിക്കണം എന്നൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് വന്നതാണ്. ഇവിടെ ആരാണിപ്പോൾ താമസിക്കുന്നതെന്ന് അറിയില്ല. ചിലപ്പോൾ ദിലീപിൻ്റെ അനിയനാവാൻ ചാൻസ് ഉണ്ട്. ഞാൻ അങ്ങനെയാണ് കേട്ടേക്കണത്. നമുക്ക് വഴിയിൽ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ചോദിക്കാം ഇവിടെ ആരാണ് താമസിക്കുന്നത് എന്നൊക്കെ ചോദിക്കാമായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെ സാധാരണക്കാരൊന്നും കാണാൻ പറ്റുന്നില്ല ഗൈസ്. അപ്പോൾ കണ്ടല്ലോ, ഇതാണ് ദിലീപിൻ്റെ വീടെന്ന് പറയുന്നത്. അപ്പം ഞാനിനി തിരിച്ചു പോവുകയാണ്. കാരണം വേറൊരു വഴിയുണ്ട്. ഈ വഴി തന്നെ. ഇപ്പം ഞാൻ വന്നത് ഈ വഴിയാണ്. അപ്പോൾ ഇതിങ്ങനെ നേരെ പോവുകയാണെങ്കിൽ നമുക്ക് ആ വഴിയിലോട്ട് എത്താൻ പറ്റുമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ ഈ വന്ന വഴി തന്നെ തിരിച്ചു പോവുകയാണ്. അതാണ് എനിക്ക് എളുപ്പമായിട്ട് തോന്നണത്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് നടക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ കണ്ടല്ല, അറ്റത്ത് കാണുന്ന ഗേറ്റാണ്. അപ്പം ഞാൻ വീണ്ടും ആ വഴി ഞാൻ പോകുന്നില്ല. കാരണം അതൊരു വളവും കുറേ തിരിവും വളവൊക്കെ ഉണ്ട്. അപ്പോൾ വെറുതെ എന്തിനാ വഴി തെറ്റി പോകണത്? വഴി തെറ്റാനൊന്നുമില്ല, നേരെ ചെന്നാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് അവിടേക്കല്ല പോകേണ്ടത്. വീണ്ടും എനിക്ക് തിരിച്ച് ആലുവയ്ക്കാണ് പോകേണ്ടത്. എന്നിട്ട് വേണം എനിക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനായിട്ട്. അപ്പോൾ എനിക്ക് ആലുവയ്ക്ക് പോകണ ബസ് സ്റ്റോപ്പ് ഈ സൈഡിൽ. വഴിയിൽ ആരെങ്കിലും കണ്ടാൽ നമുക്ക് ചോദിക്കാം അവിടെ ആരാണ് താമസിക്കുന്നതെന്നൊക്കെ നമുക്ക് ചോദിക്കാം. ആ വീഡിയോ ഓണാണ്, ജസ്റ്റ് ഒന്ന് വീട് കാണിക്കാൻ മാത്രം. അല്ല, നമ്മൾ വീട്ടിൽ കയറിയില്ലല്ലോ. സാധാരണ ആരാ പരിചയമൊക്കെ എടുത്തോ? പിന്നെ കൈതട്ടി വിളിച്ചായിരുന്നു. ഞാൻ അവിടം വരെ എത്തിയതായിരുന്നു. അപ്പോൾ വീട്ടിൽ നിന്നൊരു സ്ത്രീ എന്നെ സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈ തട്ടി വിളിച്ചു. അപ്പോൾ അവർക്കിടെ പെർമിഷൻ ഇല്ലാണ്ട് എടുക്കരുത് എന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മളിങ്ങനെ പലർക്കിടെയും വീട് റോട്ടിൽ നിന്ന് ജസ്റ്റ് കാണിക്കാറുണ്ട്. അപ്പോൾ അതിനിപ്പോൾ ആർക്കിടെയും പെർമിഷനൊന്നും വേണ്ടല്ലോ. ഞാനിപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന കാര്യങ്ങൾ മൂടി വയ്ക്കാറില്ല. വേടൻ്റെ വീട്ടിലായാലും ഇത് തന്നെയാണ് സംഭവിച്ചത്. പക്ഷെ അവർക്കിടെ വീടിൻ്റെ അകത്ത് കയറി നമുക്ക് വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ഇല്ല എന്നുള്ളൂ. നമുക്ക് റോട്ടിൽ നിന്ന് ജസ്റ്റ് കാണിക്കണതിന് അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാനിപ്പോൾ എനിക്കുണ്ടായ അനുഭവങ്ങൾ ഞാൻ മറച്ചു വയ്ക്കാറില്ല. ഞാനതപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ പറയാറുണ്ട്. അപ്പം ജസ്റ്റ് ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചു. എന്തിനാന്നുള്ള രീതിയിലാണ് എന്നെ കൈകൊണ്ട് കാണിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു ജസ്റ്റ് വീട് മാത്രമേ എടുത്തിട്ടുള്ളൂ, വേറൊന്നുമല്ല, ദിലീപിൻ്റെ ആദ്യത്തെ വീടാണെന്നും പറഞ്ഞ് കാണിക്കാനാണെന്ന് പറഞ്ഞു. എവിടെ പോയാലും നമുക്ക് ഈ അനുഭവം ഉണ്ടാവും. വേറൊന്നല്ല, വൈശാഖ് വ്ളോഗ്സ് ആദ്യം തന്നെ പതുങ്ങി വന്ന് വീഡിയോ എടുക്കും. ആ വീഡിയോ ഒറ്റ ദിവസം കൊണ്ട് തന്നെ 1,00,000 പേര് കാണും. അപ്പോൾ അത് ദിലീപിൻ്റെ ആദ്യത്തെ വീടാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവരൊക്കെ കാണും. പിന്നെ നമ്മളിങ്ങനെ വന്ന് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഇതാണ് പരിപാടി. പിന്നെ നമ്മൾ വീട്ടിൽ കയറി വീഡിയോ എടുക്കാത്ത തന്നെ നമുക്ക് കുഴപ്പമില്ല. എവിടെ നമ്മൾ സെലിബ്രിറ്റികൾക്കിടെ വീട് കാണിക്കാൻ പോയാലും ഇതേപോലത്തെ ചില അനുഭവങ്ങൾ, പലപ്പോഴായിട്ട് 1-2 അനുഭവങ്ങൾ എനിക്ക് നേരിട്ടിട്ടുണ്ട്. എന്തായാലും ഇതത്ര മാരക അറ്റാക്കൊന്നുമല്ലായിരുന്നു. ഞാൻ പറഞ്ഞു ജസ്റ്റ് കാണിക്കാൻ വേണ്ടി മാത്രം. ഇത് ഈ വൈശാഖ് വ്ളോഗ്സാണ് ആദ്യം ഇത് വൈറലാക്കുന്നത്. അവനെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ടാറ്റ, ഇത്രേ ഉണ്ടായുള്ളൂ. ഓക്കെ, ബൈ.
ചേട്ടന് ഇവിടെ ഉള്ള ആളാണോ? പത്മസരോവരത്തിൽ ദിലീപിൻ്റെ ആരാ താമസിക്കണം ഇപ്പോൾ? അനിയനും വൈഫും കുട്ടികളും. ആ പെങ്ങള് അനൂപ് കേട്ടിട്ടുണ്ട്. പെങ്ങളെവിടെയാ താമസിക്കണേ? ഓക്കെ, ചോദിച്ചതാട്ടാ. അപ്പം ആ വീട്ടിൽ താമസിക്കുന്നത് ദിലീപിൻ്റെ അനിയനാണ്. അനിയൻ്റെ വൈഫാണ് എന്നെ വിളിച്ചത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ക്ലാരിറ്റി ആയില്ലേ? എല്ലാം സംശയങ്ങളും മാറി. അപ്പം ടാറ്റാ, ബൈ ബൈ.